ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, അതേപോലെ തന്നെ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് 1, 2, 3, 4. 0 എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 + 2 + 3 + 4 + 5. സോ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിന്റെ പ്രൂഫ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് ഞാനിവിടെ സം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അത് ഞാനിവിടെ 1 + 2 + 3 + 4 എക്സെട്ര പ്ലസ് n വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ എന്നിന് മുന്നിലത്തെ നമ്പർ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. അതിന് മുന്നിലത്തെ നമ്പർ എന്ന് പറയുന്നത് n-2 ആയിരിക്കും. അതുപോലെ ബാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂസ്. സോ ഈ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ റിവേഴ്സ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത്. സം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാനിത് റിവേഴ്സ് ചെയ്ത് എഴുതിയേക്കാണ് ചെയ്തേക്കുന്നത്. n + n-1 + n-2 + n-3 എക്സെട്ര പ്ലസ് 3 + 2 + 1. സോ നമ്മൾ ഒരു നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് സെയിം ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ഞാനിവിടെ ഈ ആദ്യത്തെ സമ്മിനെയും രണ്ടാമത്തെ സമ്മിനെയും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സോ അതാണ് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്, സം + സം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ആദ്യത്തെ സമ്മിലെ ഒരു വാല്യൂവിനെ രണ്ടാമത്തെ സമ്മിലെ ആദ്യത്തെ വാല്യൂവിനെയും തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പെയർ ആയിട്ട് എല്ലാ വാല്യൂസും ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സോ ആദ്യത്തെ പെയർ ആഡ് ചെയ്യുമ്പോൾ n+1 എന്നൊരു വാല്യൂ കിട്ടും. അതേപോലെ രണ്ടാമത്തെ പെയർ ആഡ് ചെയ്യുമ്പോൾ n+1 എന്നൊരു വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n+1 ആണ് സം ആയിട്ട് കിട്ടുന്നത്, പെയർ വൈസ്. അതേപോലെ തന്നെ ഇവിടെ n+1 എന്ന് പറയുന്നത് n ടൈംസ് ആണ് നമുക്കിവിടെ ഉള്ളത്. സോ നമുക്കിതിനെ n+1 × n എന്ന് എഴുതാം. അതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ 2 × സം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, 2 × സം ഈക്വൽ ടു n+1 × n എന്ന് കിട്ടും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് എന്താണ് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ഈ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് സം ആകും. റൈറ്റ് സൈഡിൽ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് n+1 × n / 2 എന്ന് ആകും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ആണ്. സോ അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പർ ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഈ n-ന് പകരം 10 എന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കിട്ടും. അതേപോലെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ എക്സാമ്പിളിൽ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം വരുന്നത് എന്താണെന്നാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സോ S10 എന്ന് പറയുന്ന ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനെ റെപ്രസെന്റ് ചെയ്യാനാണ് S10 എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതേപോലെ അതിന്റെ സം എന്ന് പറയുന്നത് 10 + 1 × 10 / 2, അതായത് 11 × 10 / 2. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 55 ആണ്. സോ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 55 ആണ്. സോ അതേപോലെ ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് അടുത്തത്. സോ അതിനായിട്ട് 7 + 1 × 7 / 2. അത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 8 × 7/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. സോ ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് 28 എന്ന് പറയുന്നത്. സോ ഇതാണ് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.